ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു വൃന്ദാവൻ പി സി വേൾഡ്. അപ്പോൾ അസിസ്റ്റന്റ് സെയിൽസ്മാന് വേണ്ടിയിട്ടുള്ള പഠനമൊക്കെ നല്ല രീതിയിൽ തന്നെ പോകുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ഇപ്പോൾ പഠിക്കുന്നത് തീർച്ചയായിട്ടും വരാൻ പോകുന്ന VFAക്കൊക്കെ ഹെൽപ്ഫുൾ ആയിരിക്കും കേട്ടോ. അപ്പോൾ നന്നായിട്ട് തന്നെ പഠിക്കുക. പഠിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾക്കും ഇത് ക്രാക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ ഓൾറെഡി ഒരു സ്റ്റഡി പ്ലാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് വെച്ചിട്ട് ഇന്ന് നമ്മൾ ഡേ 29 ആൻഡ് 30ലേക്കുള്ള ഏതൊക്കെ വിഷയങ്ങളാണ് നോക്കേണ്ടത് എന്നുള്ളതാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഒപ്പം കഴിഞ്ഞ വീക്കിൽ നമ്മൾ കറണ്ട് അഫയേഴ്സ് മാർച്ചിന്റെ കുറച്ച് നോക്കി. ഇനി ആ മാർച്ചിന്റെ തന്നെ കുറച്ചും കൂടെ നമ്മൾ നോക്കാൻ പോവുകയാണ്. ഓക്കെ, അതോടുകൂടി ആ ഒരു വീക്കിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ഞാൻ പറയുന്നത്. പിന്നെ എക്സാം ടൈം ആകുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ കറണ്ട് അഫയേഴ്സ് എല്ലാ മാസത്തേനും മിക്സ് ചെയ്ത് ഒക്കെ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതിന്റെ ഇപ്പൊ നമ്മൾ 30 വരെയുള്ളത് ഇട്ടിട്ടുള്ളൂ. കാരണം ഞാൻ വിചാരിക്കുന്നു ഡേ 31 അതായത് വെനസ്ഡേ നമുക്ക് ഇതുവരെ പഠിച്ചത് വെച്ചിട്ട് ഒരു എക്സാം നോക്കാമെന്ന്. ഓക്കെ, ഇതുവരെ ഏതൊക്കെ ഏരിയാസ് നമ്മൾ നോക്കാൻ പറഞ്ഞിട്ടുണ്ടോ ഈ ഒരു 30 ഡേ 30 വരെയുള്ളതിൽ അതെല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് നമുക്കൊരു എക്സാം എങ്ങനെയാണ് നമുക്കത് ചെയ്താലോ. അപ്പോൾ അതിന്റെ ക്വസ്റ്റ്യൻസ് ഞാൻ യൂട്യൂബിലൂടെ തന്നെ പറഞ്ഞു പോകുന്നതായിരിക്കും. നിങ്ങൾക്ക് അത് താല്പര്യമുണ്ടോ അല്ലെങ്കിൽ നല്ല അല്ലെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ അതിനനുസരിച്ച് വേഗം തന്നെ സെറ്റ് ചെയ്യാം. ദെൻ അതിന്റെ ആൻസേഴ്സ് സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഞാൻ പറയുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഓർമ്മയുണ്ടോ ഇതുവരെ പഠിച്ചതൊക്കെ, ഏതെങ്കിലും ഏരിയാസ് മിസ്സായിട്ടുണ്ടോ ഇതുവരെ പഠിച്ചതിൽ എന്നുള്ളതൊക്കെ നമുക്കൊന്ന് റെക്ടിഫൈ ചെയ്യാനും ഒക്കെ പറ്റും. ഓക്കെ, പിന്നെ എന്തെങ്കിലും എക്സ്ട്രാ ഫാക്ട്സ് ഉണ്ടെങ്കിൽ ആഡ് ചെയ്യാൻ പറ്റും. നമ്മൾ ഇതുവരെ സ്റ്റഡി പ്ലാനിനെ ബേസ് ചെയ്തിട്ട് പറഞ്ഞിട്ടുള്ള പോർഷൻസ് വെച്ചിട്ട് ടൈപ്പ് ചെയ്തെടുത്തേക്കണം കേട്ടോ. ജസ്റ്റ് ഇതുവരെ ഉള്ളതാണ് എക്സാമിന് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് വെനസ്ഡേ. അപ്പോൾ നിങ്ങൾ പറഞ്ഞതിന് ശേഷം ഞാനത് വീഡിയോ ആയിട്ട് ചെയ്യുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾ പറയുന്നത് വീഡിയോയിൽ നിങ്ങൾ പറയുക വേണോ വേണ്ടിയോ എന്നുള്ളത്. അങ്ങനെ ചെയ്യുന്നത് നല്ലതല്ലേ. ഇനിയിപ്പോൾ ഇതുവരെ എന്താണ് ഇതൊന്നും കംപ്ലീറ്റ് ആവാത്തവരുണ്ടെങ്കിലും പേടിക്കൊന്നും വേണ്ട. ഒരു എക്സാം അറ്റൻഡ് ചെയ്താൽ നമുക്ക് മനസ്സിലാവുമല്ലോ നമുക്ക് എന്തൊക്കെ ഇതുവരെ നമ്മുടെ ഇതിൽ നിന്നൊക്കെ വെച്ച് എന്തൊക്കെ അറിയാം, ഇനി എന്തൊക്കെ കൂടുതൽ പഠിക്കാനുണ്ടെന്നൊക്കെ മനസ്സിലാവുമല്ലോ. അപ്പോൾ എന്തൊക്കെ ചെയ്താലും നമ്മൾ ചോദ്യങ്ങൾ കാണുന്നത് നല്ലത് തന്നെയാണ്. അത് ഇപ്പൊ എല്ലാം പഠിച്ചിട്ടേ നമുക്കൊരു ചോദ്യ പേപ്പർ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് വാശിയൊന്നും പിടിക്കരുത്. നമ്മൾ കാരണം അതൊരിക്കലും നടക്കുന്ന കാര്യമല്ല. എല്ലാം അറിഞ്ഞിട്ടേ ഞാൻ ചെയ്യുള്ളൂ എന്ന് പറയുന്നത്. പകരം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒന്ന് ബ്രഷപ്പ് ചെയ്യാൻ കുറെ ക്വസ്റ്റ്യൻസ് കാണുന്നത് നല്ലതാണ്. ഓക്കെ, നമ്മൾ അതിൽ നിന്ന് കുറേയധികം കാര്യങ്ങൾ പഠിക്കും. അപ്പോൾ അങ്ങനെ ചെയ്യുന്നത് നല്ലതല്ലേ നിങ്ങൾ മറക്കാതെ കമന്റ് ചെയ്യണം കേട്ടോ. അപ്പൊ ഇതാണ് പോർഷൻസ്. ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഇട്ടേക്കാം. മാക്സിമം മലയാളം ഇംഗ്ലീഷ് ഒഴിവാക്കിക്കൊണ്ടാണ് ഞാനത് ചെയ്തിട്ടുള്ളത്. മേജർ പോർഷൻസ് നമുക്ക് പഠിക്കേണ്ടത്. പിന്നെ ഈ ഒരു സ്റ്റഡി പ്ലാൻ ഫോളോ ചെയ്യാൻ പറ്റാത്തവരുണ്ട് എങ്കിൽ അവർ ഇപ്പൊ എങ്ങനെയാണോ പഠിക്കുന്നത് ആ ഒരു രീതി, അതായത് കുറച്ചും കൂടെ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കാൻ ശ്രമിക്കുക. നിങ്ങൾ ഇപ്പോൾ ആരുടെയെങ്കിലും ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ ആരുടെ ആണെങ്കിലും അത് കൃത്യമായിട്ട് മാക്സിമം ശ്രമിക്കുക ഫോളോ ചെയ്യാൻ. ഇനി ഇൻ കേസ് നിങ്ങൾക്ക് അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഓരോ ഡേയിലും എങ്കിൽ നിങ്ങൾ എവിടെയാണോ എവിടെ വരെയാണോ അല്ലെങ്കിൽ ഏതൊരു സബ്ജക്റ്റ് ആണോ എടുക്കുന്നത് ആ ഒരു ഏരിയ, ഏത് ഏരിയ ആണോ എടുക്കുന്നത് ആ ഏരിയ കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ആദ്യം നമുക്ക് കുറച്ച് സ്പീഡ് കൂട്ടി നോക്കുക. അതിനുശേഷം എന്താണ് ഓരോ ദിവസവും എക്സ്ട്രാ ആഡ് ചെയ്യുക. ഓരോ സബ്ജക്ട്സ് കൂട്ടി പഠിക്കാൻ നോക്കുക. പെട്ടെന്ന് നമുക്ക് ഗ്രാസ്പ് ചെയ്യാൻ പറ്റണമെന്നില്ല. സ്പീഡ് കൂട്ടി പഠിക്കുമ്പോൾ നമ്മളൊരു സ്പെസിഫിക് ടൈം, ഇപ്പോൾ ഒരു മണിക്കൂർ നമ്മൾ വെക്കുകയാണോ, ഒരു സബ്ജക്ട് എടുത്തു, ആ സബ്ജക്റ്റിൽ ഒരു ഏരിയ എടുത്തു, ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ അത് കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, ചിലപ്പോൾ ആ ഒരു ഫസ്റ്റ് റീഡിങ്ങിലോ നമുക്കത് കിട്ടണമെന്നില്ല. നമ്മൾ മനസ്സിരുത്തി സാവധാനം വായിക്കുക. ഒരു തവണയും കൂടെ വായിച്ചു നോക്കുക. മാക്സിമം ഒരു അരമണിക്കൂറും കൂടെ എക്സ്ട്രാ എടുക്കുക അത് വായിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, എക്സ്ട്രാ റീഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് കുറച്ചൊക്കെ മനസ്സിലാവും. ഓക്കെ, പിന്നെ ആ റിവിഷൻ ടൈമിൽ ഒന്നും കൂടെ നോക്കിയാൽ മതി. ഇങ്ങനെ ഓരോ ദിവസവും നിങ്ങൾ കുറച്ചും കൂടെ എക്സ്ട്രാ സബ്ജക്ട്സുകളും കൂടെ ആഡ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ഈ ഭയങ്കര ബുദ്ധിമുട്ട് തോന്നില്ല. ഇനി അത് ഫോളോ ചെയ്യാൻ കൃത്യമായിട്ട് പറ്റുന്നില്ല, അല്ലെങ്കിൽ പതുക്കെ പഠിക്കാൻ പറ്റുന്നുള്ളൂ എന്നുള്ളവരെനിക്ക് നമുക്ക് അത്യാവശ്യം ഇത് ചുരുങ്ങിയ സമയം കൊണ്ട് സിലബസിന്റെ കുറച്ചൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷൻസ് കവർ ചെയ്യുന്ന രീതിയിൽ ഞാനൊരു സ്റ്റഡി പ്ലാൻ വേറെ സെറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ ഒരു എക്സാമും കൂടെ കഴിഞ്ഞിട്ട് ഞാനത് നോക്കാം ചെയ്യാൻ. പിന്നെ ഈ ഒരു എക്സാമിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം പറയാം. ഇപ്പോൾ ഡേ 29 നമ്മൾ ആദ്യം നോക്കേണ്ടത് ഇന്ത്യൻ ഹിസ്റ്ററി അത്യാവശ്യം ഉണ്ട് കാര്യങ്ങൾ. മെയിൻലി നിങ്ങൾ ടെക്സ്റ്റ് കോൺസെൻട്രേറ്റ് ചെയ്യുക. SCERT ടെക്സ്റ്റ്, അതുപോലെ തന്നെ NCERT നോക്കുന്നതിൽ തെറ്റില്ല. മാക്സിമം നോക്കാൻ ശ്രമിക്കുക. പെട്ടെന്ന് നമുക്ക് വായിച്ചാൽ NCERT മനസ്സിലാവണമെന്നില്ല, എന്നിരുന്നാലും വായിക്കാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ അതിൻ്റെയൊക്കെ ഓൾറെഡി ഞാൻ ചെയ്തിട്ടുണ്ട്. NCERT പാഠഭാഗങ്ങൾ NCERT ഏതൊക്കെയാണ് നോക്കേണ്ടത് എന്നുള്ളത് അത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാം. അപ്പോൾ ഇന്ത്യൻ ഹിസ്റ്ററിയിൽ നിന്ന് സൂറത്ത് സ്പ്ലിറ്റ്, ഗദ്ദാർ പാർട്ടി, ഹോം റൂൾ മൂവ്മെന്റ് ഒക്കെ ഒരു ഒറ്റ ഇരിപ്പിനെ നമുക്ക് തീർക്കാൻ പറ്റുന്നതാണ്. സൂറത്ത് സ്പ്ലിറ്റ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, സ്ഥിരം ചോദിക്കുന്നതാണ്. ഗദ്ദാർ പാർട്ടിയും ഹോം റൂൾ മൂവ്മെന്റും ഒക്കെ. ഓക്കെ, അപ്പൊ അത് കൃത്യമായിട്ട് തന്നെ പഠിക്കുക. ഇന്ത്യൻ ജോഗ്രഫിന്ന് കോസ്റ്റൽ പ്ലെയിൻസും ഹിമാലയൻ റിവേഴ്സും. ഇതിൽ കോസ്റ്റൽ പ്ലെയിൻസ് നമുക്ക് ഒറ്റയിരിപ്പിന് ഓക്കെയാണ്, അത് നമുക്ക് വായിച്ചാൽ മനസ്സിലാവും. SCERT ടെക്സ്റ്റിൽ അത്യാവശ്യം ഫാക്ടുകൾ ഉണ്ട്. 10ാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിൽ വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ, ഈസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ ഒക്കെ സെപ്പറേറ്റ് അവർ ഡിഫറൻഷിയേറ്റ് ചെയ്ത് തന്നെ വെച്ചിട്ടുണ്ട്. അത് തന്നെ ചോദിക്കും കേട്ടോ. സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ആയിട്ട് ചോദിക്കാം, എങ്ങനെ വേണമെങ്കിലും ചോദിക്കാം. പിന്നെ ഹിമാലയൻ റിവേഴ്സ് ഞാൻ എല്ലാം അല്ല ഉദ്ദേശിച്ചിട്ടുള്ളത്. കുറച്ച് നിങ്ങൾ ഹിമാലയൻ റിവേഴ്സ് മെയിൻലി നമുക്ക് പഠിക്കാനുള്ളത് ഏതൊക്കെയാണ്?
ഗംഗ, ഇൻഡസ്, ബ്രഹ്മപുത്ര. ഇത് ഒറ്റയിരിപ്പിനെല്ലാം ഞാൻ പഠിക്കാൻ പറയില്ല. നിങ്ങൾ ഏതെങ്കിലും ഒരു നദി എടുക്കുകയാണെങ്കിൽ ആ നദിയുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഓക്കെ, മേജർ കാര്യങ്ങളൊക്കെ ഒന്ന് പഠിച്ചെടുക്കുക. ടെക്സ്റ്റിൽ പറയുന്ന ഫാക്ട് എന്തായാലും പഠിച്ചെടുക്കുക. ഓക്കെ, ദെൻ എക്സ്ട്രാ എന്തെങ്കിലും ഫാക്ട്സ്, ഇപ്പോൾ ട്രിബ്യൂട്ടറീസ് അല്ലെങ്കിൽ എന്താണ് ലേറ്റസ്റ്റ് ആയിട്ട് എന്തെങ്കിലും ബിൽഡ് ചെയ്തിട്ടുണ്ട് എങ്കിൽ ആ നദിക്ക് ക്രോസ് ആയിട്ട് അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, അതപ്പോൾ കുറച്ച് ഹിമാലയൻ റിവേഴ്സിൽ ഇപ്പോൾ ഇൻഡസ് എടുക്കുകയാണെങ്കിൽ ഇൻഡസിന്റെ കാര്യം പഠിക്കാം. ഓക്കെ, എല്ലാ നദിയും കൂടെ മിക്സ് ചെയ്യാൻ ഞാൻ പറയില്ല. ഇൻഡസ്, ഗംഗ, ബ്രഹ്മപുത്ര വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് DPSP വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. DPSP കഴിഞ്ഞ OAക്ക് പോലും ഇതിലെ ഒരു ആർട്ടിക്കിൾ വെച്ചിട്ടാണ് ചോദിച്ചത്. ഓക്കെ, അപ്പോൾ അതിൽ പറയുന്ന ഓരോ ആർട്ടിക്കിൾസ് ഏറ്റവും പ്രധാനപ്പെട്ടത് മാക്സിമം പഠിച്ചെടുക്കാൻ ശ്രമിക്കുക. ആർട്ടിക്കിൾസിന്റെ നമ്പർ വെച്ചിട്ട് തന്നെ ചോദിക്കും ഇതിൽ എന്താണ് പറയുന്നത് എന്നുള്ള രീതിയിൽ. അപ്പോൾ DPSP സാവധാനം പഠിച്ചെടുക്കാൻ ശ്രമിക്കുക. ദെൻ ഇംഗ്ലീഷിലെ ഫ്രേസൽ വെർബ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫ്രേസൽ വെർബ്സ് അതിൽ ഏതെങ്കിലും രണ്ടെണ്ണത്തിന്റെ എടുക്കുക. ഇപ്പോൾ പുട്ടാണെങ്കിൽ പുട്ടും ടേക്കും അതിന്റെ നോക്കുക, അല്ലെങ്കിൽ ബ്രിങ്, ലുക്ക് അങ്ങനെ നോക്കുക. അതിൽ 2 സെറ്റ് നോക്കുക. ദെൻ കറണ്ട് അഫയേഴ്സ് ഏപ്രിൽ 2025. ദെൻ ട്യൂസ്ഡേ കേരള ഹിസ്റ്ററിന്ന് സോഷ്യൽ റിലീജിയസ് റീഫോം മൂവ്മെന്റ്സ്. അതിൽ കുറേ കാര്യങ്ങൾ വരുന്നുണ്ട് സോഷ്യൽ റിലീജിയസ് റീഫോം മൂവ്മെന്റ്സിൽ. അതിൽ എല്ലാം ഒന്നും ഞാൻ പറയുന്നില്ല. അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റീഫോം മൂവ്മെന്റ്സ്, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ പറയുകയാണെങ്കിൽ ഡിഗ്രി ലെവലിലാണ് തോന്നുന്നു കൂടുതലും ചോദിച്ചിട്ടുള്ളത്. നമുക്കിപ്പോൾ ഉദയംപേരൂർ സുന്നഹദോസ്, അതുപോലെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, കൂനംകുരിശ് പ്രതിജ്ഞ, അതുപോലെ ചാന്നാർ ലഹള, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഈ സോഷ്യൽ റിലീജിയസ് റീഫോം മൂവ്മെന്റ്സിൽ. ആദ്യത്തെ 4 എണ്ണം, ഞാൻ മാക്സിമം 4 പറയുന്നുള്ളൂ. ഇപ്പോൾ ഒരു 4 എണ്ണം നോക്കി വയ്ക്കുക. ഓക്കെ, ഒരു ഓർഡറിൽ നോക്കുകയാണെങ്കിൽ, ഒരു ക്രോണോളജിക്കൽ ഓർഡറിൽ നോക്കുകയാണെങ്കിൽ ബുദ്ധിമുട്ട് വരില്ല. ദെൻ കേരള ജോഗ്രഫി എനർജി സോഴ്സസ്. എനർജി സോഴ്സസിൽ മെയിൻലി നമ്മൾ ഉദ്ദേശിക്കുന്നത് ഹൈഡ്രോ ഇലക്ട്രിക് പവർ ആണ്. ഹൈഡ്രോ ഇലക്ട്രിക് പവറിൽ നമ്മൾ പറയുന്നുണ്ടല്ലോ, അത് സ്ഥിരം ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യത്തെ ജലസേചന പദ്ധതി, ഏറ്റവും വലിയ ജലസേചന പദ്ധതി ശ്രദ്ധിച്ചു നോക്കുക കേട്ടോ. അതാണ് ഈ എനർജി സോഴ്സസിൽ നോക്കാൻ ഉദ്ദേശിച്ചുള്ളത്. ദെൻ കേരള ഗവർണൻസിൽ കമ്മീഷൻസ്, നമ്മൾ ഓരോ കമ്മീഷൻസും ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ ഞാൻ ഓൾറെഡി നേരത്തെ സ്റ്റഡി പ്ലാനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ഇതിലും കൂടെ കമ്മീഷൻസ് ഏകദേശം തീർക്കാൻ പറ്റും. മെയിൻലി ഇതിലുള്ളത് നമുക്കറിയാലോ, ബാലാവകാശ കമ്മീഷൻ, വനിതാ കമ്മീഷൻ, പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ, ന്യൂനപക്ഷ കമ്മീഷൻ, ഇതൊക്കെ കേരളത്തിന്റെ, അതാണ് നമ്മൾ സ്പെസിഫിക് ആയിട്ട് ഈ കേരള ഗവർണൻസിലെ കമ്മീഷൻസിൽ നോക്കേണ്ടത്. ദെൻ ഫിസിക്സ് ചെയ്യുന്ന ഫോഴ്സസ് നേരത്തെ സ്റ്റാർട്ട് ചെയ്തിരുന്നു, ഇതിലും ഫോഴ്സസ് കുറച്ച് നോക്കാം. ദെൻ മലയാളം പഴഞ്ചൊല്ലുകളും പര്യായം, കുറച്ച് പഴഞ്ചൊല്ലുകൾ നോക്കാം, പര്യായം കുറച്ച് നോക്കാം. ദെൻ കറണ്ട് അഫയേഴ്സ് ഏപ്രിൽ 2025 ആണ് നോക്കാൻ പറഞ്ഞിട്ടുള്ളത്. ഇതിൽ മാക്സിമം പറ്റാവുന്ന രീതിയിൽ നോക്കാൻ ശ്രമിക്കാം. ഏപ്രിൽ ഞാൻ ഫുള്ളല്ല നോക്കാൻ പറയുന്നത്, നിങ്ങളോട് കട്ട് ചെയ്ത് നോക്കിയാൽ മതി. കാരണം ഈ ഒരു ആഴ്ച മുഴുവൻ ഏപ്രിൽ എടുത്ത് നോക്കിയാലും പതുക്കെ നോക്കിയാലും തെറ്റില്ല. കാരണം നമുക്ക് എല്ലാം കൂടെ അങ്ങനെ ഇതാക്കാൻ പറ്റില്ലല്ലോ. കാരണം നമ്മളുടെ ബ്രെയിനിൽ കയറുന്നതിനൊരു പരിധിയുണ്ട് അല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾക്ക് എത്ര മാക്സിമം പറ്റുമോ അത്രയും നോക്കാം. ഇതിൽ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് കുറേ കണ്ടിന്യൂസ് ആയിട്ട് നോക്കുമ്പോൾ മതിയായി എന്ന് തോന്നും. അപ്പോൾ നിർത്തുക, വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാം. അതിനുശേഷം വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അല്ലാതെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ നോക്കി നമുക്ക് ആകെ തല ചൂടാവുന്ന പോലെ തോന്നും. അപ്പം അങ്ങനെ ഒരിക്കലും ചെയ്യാൻ നിൽക്കണ്ട. ആവശ്യത്തിനുള്ള ബ്രേക്ക് ഒക്കെ എടുത്തിട്ട് തന്നെ പഠിച്ചെടുത്താൽ മതി. ഓക്കെ, റിലാക്സ് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കാം. അപ്പോൾ നമുക്കിനി കറണ്ട് അഫയേഴ്സ് നോക്കാം. അപ്പോൾ ആദ്യത്തെ നോക്കാം. ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ സഹകരണ സർവകലാശാല സ്ഥാപിക്കുന്നത് ഏത് സംസ്ഥാനത്താണ്? ഗുജറാത്തിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ സഹകരണ സർവകലാശാല സ്ഥാപിക്കുന്നത് ഗുജറാത്തിലാണ്. ഗുജറാത്തിലെ ത്രിഭുവൻ സഹകാരി യൂണിവേഴ്സിറ്റി കേട്ടോ, അവിടെയാണ് സ്ഥാപിക്കുന്നത്. 2025 മാർച്ചിൽ ഭൂചലന നാശം വിതച്ച മ്യാൻമറിന് സഹായം എത്തിക്കാനുള്ള ഇന്ത്യയുടെ ഓപ്പറേഷൻ. 2025 മാർച്ചിൽ ഭൂചലന നാശം വിതച്ച മ്യാൻമറിന് സഹായം എത്തിക്കാനുള്ള ഇന്ത്യയുടെ ഓപ്പറേഷൻ ബ്രഹ്മ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ അത്. ദെൻ 2025 ആബേൽ സമ്മാനം നേടിയ ഗണിതശാസ്ത്രജ്ഞൻ. 2025 ആബേൽ സമ്മാനം നേടിയ ഗണിതശാസ്ത്രജ്ഞൻ മസാക്കി കാശിവാര. നെക്സ്റ്റ്, കേരളത്തിലെ ആദ്യ സ്കിൻ ബാങ്ക് നിലവിൽ വരുന്നത്. കേരളത്തിലെ ആദ്യത്തെ സ്കിൻ ബാങ്ക് നിലവിൽ വരുന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ് കേട്ടോ. ആദ്യമായി ഹിന്ദിയിലും കാലാവസ്ഥാ അറിയിപ്പുകൾ ലഭിക്കുന്ന ദക്ഷിണേന്ത്യൻ സംസ്ഥാനം തമിഴ്നാടാണ്. ദെൻ രാജ്യത്തെ ആദ്യ ഭാഷാ സാഹിത്യ സാംസ്കാരിക മ്യൂസിയം എവിടെയാണ്? കോട്ടയത്താണ്. അക്ഷരം എന്നുള്ളതാണ് പേര്. ഓക്കെ, രാജ്യത്തെ ആദ്യ ഭാഷാ സാഹിത്യ സാംസ്കാരിക മ്യൂസിയം കോട്ടയത്ത് അക്ഷരം എന്നുള്ള പേരിലാണ്. നെക്സ്റ്റ്, പുതിയ കണക്കുകൾ പ്രകാരം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഉത്തർപ്രദേശാണ്. അപ്പോൾ രാജ്യങ്ങളിൽ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഇന്ത്യയാണ് കേട്ടോ. അപ്പോൾ ഇത് ഏതോ ഒരു പേപ്പറിൽ ചോദിച്ചതായി കണ്ടിട്ടുണ്ട്, അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കാം, വീണ്ടും ചോദിച്ചുകൂടായില്ല. ദെൻ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ പരിശീലകൻ സ്പാനിഷ് കോച്ച് ദവീദ് കറ്റാല. നെക്സ്റ്റ്, കാർബൺ വിപണികളെക്കുറിച്ചുള്ള അന്താരാഷ്ട്ര സമ്മേളനമായ പ്രകൃതി 2025 വേദി.
കാർബൺ വിപണികളെക്കുറിച്ചുള്ള അന്താരാഷ്ട്ര സമ്മേളനമായ പ്രകൃതി 2025 വേദി ന്യൂഡൽഹിയാണ് കേട്ടോ. നെക്സ്റ്റ്, സംസ്ഥാനത്തെ ആദ്യ വി പാർക്ക് നിലവിൽ വന്നത് കൊല്ലത്താണ്. ഉപയോഗിക്കാത്ത പൊതു ഇടങ്ങളെ സുസ്ഥിരവും സൗന്ദര്യാത്മകവുമായ സ്ഥലങ്ങളാക്കി മാറ്റുന്നതിനുള്ള സംസ്ഥാനത്തിൻ്റെ ഡിസൈൻ നയത്തിന് കീഴിലുള്ള പൈലറ്റ് പ്രൊജക്റ്റാണ് വി പാർക്ക് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, എന്താണ്? ഉപയോഗിക്കാത്ത പൊതു ഇടങ്ങളെ സുസ്ഥിരവും സൗന്ദര്യാത്മകവുമായ സ്ഥലങ്ങളാക്കി മാറ്റുന്നതിനുള്ള സംസ്ഥാനത്തിൻ്റെ ഡിസൈൻ നയത്തിന് കീഴിലുള്ള പൈലറ്റ് പ്രൊജക്റ്റാണ് വി പാർക്ക്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒന്നും കൂടി നോക്കാം. ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ സഹകരണ സർവകലാശാല സ്ഥാപിക്കുന്നത് ഗുജറാത്തിലാണ്. 2025 മാർച്ചിൽ ഭൂചലനനാശം വിതച്ച മ്യാൻമറിന് സഹായം എത്തിക്കാനുള്ള ഇന്ത്യയുടെ ഓപ്പറേഷൻ ബ്രഹ്മയാണ്. 2025 മാർച്ചിൽ ഭൂചലനനാശം വിതച്ച മ്യാൻമറിന് സഹായം എത്തിക്കാനുള്ള ഇന്ത്യയുടെ ഓപ്പറേഷൻ ബ്രഹ്മ. 2025 ആബേൽ സമ്മാനം നേടിയ ഗണിത ശാസ്ത്രജ്ഞൻ മസാക്കി കാശിവാര. കേരളത്തിലെ ആദ്യ സ്കിൻ ബാങ്ക് നിലവിൽ വരുന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ്. ആദ്യമായി ഹിന്ദിയിലും കാലാവസ്ഥാ അറിയിപ്പുകൾ ലഭിക്കുന്ന ദക്ഷിണേന്ത്യൻ സംസ്ഥാനം തമിഴ്നാടാണ്. രാജ്യത്തെ ആദ്യ ഭാഷാ സാഹിത്യ സാംസ്കാരിക മ്യൂസിയം കോട്ടയത്ത് അക്ഷരം എന്നുള്ള പേരിലാണ്. നെക്സ്റ്റ്, പുതിയ കണക്കുകൾ പ്രകാരം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഉത്തർപ്രദേശ്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ പരിശീലകൻ സ്പാനിഷ് കോച്ച് ദവീദ് കറ്റാല. കാർബൺ വിപണികളെക്കുറിച്ചുള്ള അന്താരാഷ്ട്ര സമ്മേളനമായ പ്രകൃതി 2025 വേദി ന്യൂഡൽഹി. സംസ്ഥാനത്തെ ആദ്യ വി പാർക്ക് നിലവിൽ വന്നത് കൊല്ലത്താണ്. അപ്പോൾ ഇത്രയാണ് കറണ്ട് അഫയേഴ്സ്. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.